Hello, my dear students. KH from RACE. JEE Main Section 2 preparation തകൃതിയായി നടക്കുന്നുണ്ടാവും. റേസിന്റെ ഫൈനൽ ലാബ് ലൈവ് സീരീസിലെ രണ്ടാമത്തെ കെമിസ്ട്രി ലൈവാണ് ഇന്ന് നടക്കുന്നത്. ഓൾറെഡി ആദ്യത്തെ 4 ചാപ്റ്ററുകൾ +1 കെമിസ്ട്രിയിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച 4 ചാപ്റ്ററുകൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, ഈ 4 ചാപ്റ്ററും ഡിസ്കഷൻ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ഓൾറെഡി ലൈവ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കൃത്യമായിട്ട് കണ്ട് ആ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്ത് പോവാം. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഫിസിക്കൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട 6 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട 6 ചാപ്റ്ററുകൾ നിങ്ങൾ +1 കെമിസ്ട്രിയിൽ പഠിച്ച റിഡോക്സ് റിയാക്ഷൻ, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററുകളും +2 കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് തുടങ്ങിയ 6 ചാപ്റ്ററുകളാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ഓരോ ചോദ്യം നിങ്ങൾ കാണുന്ന ഉടൻ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. സോ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ ഈ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങൾ. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തു നോക്കുക. നോക്കിയോ നിങ്ങൾ. If 100 mole of H2O2 decomposes at a 1 bar and 300 Kelvin, the work done in kilojoule by 1 mole of O2 gas as it expands against 1 bar pressure is. Reaction നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2H2O2 liquid gives 2H2O liquid plus O2 gas. R വാല്യൂ 8.3 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നോക്കിയോ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് സൂക്ഷിച്ച് വായിച്ചു നോക്കി. The work done by 1 mole of O2 as it expands against a 1 bar pressure, expands against 1 bar pressure, that is expands against a constant pressure. Against a constant pressure എന്ന് പറഞ്ഞാൽ അത് irreversible process ആണ്. Irreversible processൽ വർക്ക് കാണുന്ന ഇക്വേഷൻ എന്താ? വർക്ക് W is equal to plus or minus P external into delta V അല്ലേ? വർക്ക് W is equal to plus or minus P external into delta V. ഇവിടെ നോക്കടാ, എപ്പോഴാണ് വർക്ക് പോസിറ്റീവ്, വർക്ക് നെഗറ്റീവ്? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ്. ഇവിടെ നോക്കടാ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. സോ വർക്ക് നെഗറ്റീവ് ആണ് വരിക. സോ W is equal to minus P external into delta V. നോക്കടാ, എക്സ്റ്റേണൽ പ്രഷർ നോക്കടാ, against 1 bar പ്രഷർ ആണ്. സോ എക്സ്റ്റേണൽ പ്രഷർ 1 bar ആണ്. സോ W is equal to minus delta V എന്ന് പറയാം. മൈനസ് ഡെൽറ്റ വി, കാരണം പ്രഷർ 1 ആണ്. സോ W is equal to minus delta V എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇനീഷ്യൽ വോളിയം V1 ഉം ഫൈനൽ വോളിയം V2 നോക്കോ ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് വോളിയം തന്നിട്ടേ ഇല്ല. ഇനീഷ്യൽ വോളിയം V1 ഉം ഫൈനൽ വോളിയം V2 നിങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഡെൽറ്റ വി കാണുക? ആ സമയത്ത് നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താ അപ്ലൈ ചെയ്യണം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT. പഠിച്ചല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ PV is equal to ഡെൽറ്റ nRT എന്ന് കിട്ടും. ഇവിടെ P പ്രഷർ 1 atm ആണ്. P ഡെൽറ്റ V is equal to ഡെൽറ്റ nRT എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ V is equal to ഡെൽറ്റ nRT divided by P എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഡെൽറ്റ വിക്ക് വരെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ nRT divided by P കൊടുക്കാം. സോ വർക്ക് W is equal to മൈനസ് ഡെൽറ്റ nRT divided by P. ക്ലിയർ അല്ലേ? ഇവിടെ പ്രഷർ 1 ആണ്. പ്രഷർ 1 ആണ്. നോക്കണ്ട, ഡെൽറ്റ n ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റന്റ് ഡെൽറ്റ n കണ്ടുപിടിക്കണം. നോക്കടാ, ഇവിടെ നോക്കടാ, 2 മോൾ H2O2 ഡീകമ്പോസ് ചെയ്താൽ 2 മോൾ വാട്ടറും 1 മോൾ O2 കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 100 മോൾ H2O2 ഉള്ളത്. എത്ര മോൾ ഉള്ളത്? 100 മോൾ H2O2 ഉള്ളത്. എടാ, 2 മോൾ H2O2 ഡീകമ്പോസ് ചെയ്താൽ 2ന്റെ പകുതി 1 മോൾ O2 കിട്ടുമെങ്കിൽ 100 മോൾ H2O2 ഡീകമ്പോസ് ചെയ്താൽ 100ന്റെ പകുതി 50 മോൾ 50 മോൾ O2 ആണ് നിങ്ങൾക്ക് കിട്ടുക.
ഇവിടെ O2 മാത്രമേ ഗ്യാസ് ഉള്ളൂ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ n ഈസ് ഈക്വൽ ടു 50 വരും. സോ മൈനസ് 50 ഇൻറ്റു ആറിന്റെ വാല്യൂ അറിയാലോ 8.314 ഇൻറ്റു ടെമ്പറേച്ചർ തന്നിക്കോ. യെസ്, ടെമ്പറേച്ചർ നിങ്ങൾക്ക് 300 തന്നിട്ടുണ്ട്. സോ 300 തന്നിട്ടുണ്ട്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് -124,500 കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ജൂളിലാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കിലോ ജൂളാണ് തന്നത്. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 124.5 കിട്ടും. 124.5 ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നെഗറ്റീവ് മീൻസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന മീനിങ് ആണ് നെഗറ്റീവിന് വരിക. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ്. വാല്യൂ വരിക 124.50 ആണ് വാല്യൂ വരിക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എല്ലാവരും ചെയ്ത് നോക്കി. ഇത് തെർമോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. തെർമോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം, എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ ദ വേരിയേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ദ വേരിയേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബിലോ. നിങ്ങൾക്ക് രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ T1 25 ഡിഗ്രി സെൽഷ്യസ്, T2 100 ഡിഗ്രി സെൽഷ്യസ്, രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറും ആ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. T1 ടെമ്പറേച്ചറുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 10 ആണ്. T2 അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 100 ആണ്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 10 ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഡെൽറ്റ H0, ഡെൽറ്റ G0 at T1 and delta G0 at T2 in kilojoule per mole is. അതായത് രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറും ആ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുമുള്ള സ്റ്റാൻഡേർഡ് ഗിബ്സൺ റീചേഞ്ച് ഡെൽറ്റ G0 വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. അതേപോലെ ഫസ്റ്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള എൻതാൽപി ചേഞ്ച് ഡെൽറ്റ Hന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സ്റ്റാൻഡേർഡ് ഗിബ്സൺ റീചേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാലോ. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. സ്റ്റാൻഡേർഡ് ഗിബ്സൺ റീചേഞ്ച് ഡെൽറ്റ G0യും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയും തമ്മിലുള്ള ബന്ധം എന്താ? ഡെൽറ്റ G0 is equal to minus RT ln K. ഗിബ്സൺ റീചേഞ്ച്, സ്റ്റാൻഡേർഡ് ഗിബ്സൺ റീചേഞ്ച് ഡെൽറ്റ G0 is equal to minus RT ln K ആണ്. അതായത് ഡെൽറ്റ G0 is equal to minus 2.303 RT log K വരും. ക്ലിയർ അല്ലേ? സോ ആദ്യത്തെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൽറ്റ G0 കണ്ടുപിടിച്ചോ. മൈനസ് 2.303 ഇൻറ്റു ആറ് എത്രയാ വരിക? 8.314 വരൂല. കാരണം എന്താ? 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ആൻസർ ചോദിച്ചത് കിലോ ജൂളാണ്. ആറിന്റെ വാല്യൂ നിങ്ങൾ ജൂളിൽ കൊടുക്കാൻ വേണ്ടി പാടില്ല, കിലോ ജൂളിൽ തന്നെ കൊടുക്കണം. കാരണം ആൻസർ നിങ്ങളോട് ചോദിച്ചത് കിലോ ജൂളാണ്. എടാ ആറിന്റെ വാല്യൂ കിലോ ജൂൾ എത്രയാ? ആറിന്റെ വാല്യൂ 8.314 ജൂൾ ആണെങ്കിൽ 8.314 ഇൻറ്റു 10⁻³ കിലോ ജൂൾ വരും. സോ ഇൻറ്റു 10⁻³ വരും. ക്ലിയർ അല്ലേ? ഇനി T ടെമ്പറേച്ചർ എത്രയാ? ഫസ്റ്റ് ടെമ്പറേച്ചർ നിങ്ങൾ നോക്കി 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ കെൽവിലേക്ക് മാറ്റണം. സോ 298 കെൽവിൻ കിട്ടും. 298 കെൽവിൻ ഇൻറ്റു ലോഗ് K. ഫസ്റ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള Kന്റെ വാല്യൂ എത്രയാ? 10. ലോഗ് 10 എത്രയാ? 1. സോ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് 5.71 കിട്ടും. എത്ര കിട്ടും? മൈനസ് 5.71 കിട്ടും. -5.71. ഇതേപോലെ രണ്ടാമത്തെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൽറ്റ G0 കണ്ടുകൂടെ? യെസ്, നമുക്കറിയാം ഡെൽറ്റ G0 is equal to -2.303 RT log K ആണ്. സോ രണ്ടാമത്തെ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ G0 is equal to -2.303 ഇൻറ്റു ആറിന്റെ വാല്യൂ കിലോ ജൂളിൽ 8.314 ഇൻറ്റു 10⁻³ ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ രണ്ടാമത്തെ ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിലേക്ക് മാറ്റിയാൽ 373 കെൽവിൻ ഇൻറ്റു ലോഗ് K. Kന്റെ വില എത്രയാ? 100. ലോഗ് 100 ലോഗ് 10⁻². 2 ലോഗ് 10 2. സോ ഇവിടെ 2 കിട്ടും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -14.29 കിട്ടും. -14.29. സോ ഫസ്റ്റ് T1 ടെമ്പറേച്ചറുള്ള ഡെൽറ്റ G0 -5.71 കിട്ടി. T2 ടെമ്പറേച്ചറുള്ള ഡെൽറ്റ G0 -14.29 കിട്ടി. ഇനി എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? ഇനി T1 ടെമ്പറേച്ചറുള്ള ഡെൽറ്റ H0 ആണ് കണ്ടുപിടിക്കേണ്ടത്.
T1 ടെമ്പറേച്ചറിലുള്ള അതായത് 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൽറ്റ H0ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡെൽറ്റ G0ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഡെൽറ്റ H0ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? സോ ആദ്യം നിങ്ങൾ ഇക്വേഷൻ പറ. എന്താ ഡെൽറ്റ G0 ഡെൽറ്റ H0 എന്ന് ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ? ഡെൽറ്റ G0 is equal to ഡെൽറ്റ H0 മൈനസ് T ഡെൽറ്റ S0. ക്ലിയർ അല്ലേ? സോ ആദ്യത്തെ ഡെൽറ്റ G0 എത്രയാ? ആദ്യത്തെ ഡെൽറ്റ G0 മൈനസ് 5.71 is equal to ഡെൽറ്റ H0 മൈനസ് ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയാ? 298 ഇൻറ്റു ഡെൽറ്റ S0. രണ്ടാമത്തെ ഗിബ്സൺ ചേഞ്ച് ഡെൽറ്റ G0 is equal to മൈനസ് 14.29 ആണ്, വിച്ച് is equal to ഡെൽറ്റ H0 മൈനസ് T. രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്രയാ? 373 ഇൻറ്റു ഡെൽറ്റ H0. സോ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ H0 വെട്ടിപ്പോവും, നിങ്ങൾക്ക് ഡെൽറ്റ S0 കിട്ടും. ആ ഡെൽറ്റ S0 നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെൽറ്റ H0ന്റെ വാല്യൂ 28.4 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, യാതൊരു പ്രയാസവും ഇല്ല. സ്റ്റാൻഡേർഡ് ഗിബ്സൺ ചേഞ്ച് ഡെൽറ്റ G0ന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെയും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡെൽറ്റ G0 is equal to മൈനസ് RT ln K ആണെന്നും അതായത് ഡെൽറ്റ G0 is equal to മൈനസ് 2.303 RT log K ആണെന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെൽറ്റ G0ന്റെ വാല്യൂ കിട്ടും. ഡെൽറ്റ G0 is equal to ഡെൽറ്റ H0 മൈനസ് T ഡെൽറ്റ 0 എന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ഡെൽറ്റ H0 കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. രണ്ട് ഇക്വേഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. an acidic buffer is obtained on mixing. ആരെയൊക്കെ മിക്സ് ചെയ്താലാണ് നിങ്ങൾക്ക് അസിഡിക് ബഫറിന് കിട്ടുമെന്നാണ് ചോദ്യം. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എ സൊല്യൂഷൻ വിച്ച് ക്യാൻ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ. ചേഞ്ച് ഇൻ pH വാല്യൂവിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ബഫർ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? അസിഡിക് ബഫർ സൊല്യൂഷനും ബേസിക് ബഫർ സൊല്യൂഷനും. ആരാണ് അസിഡിക് ബഫർ സൊല്യൂഷൻ? എ സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് അല്ലെ. അസിഡിക് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സാൾട്ട്. നിങ്ങൾ ഓപ്ഷൻ ഡി നോക്കടാ. 100 ml of 0.1 molar HCl and 200 ml of 0.1 molar CH3COONA. നോക്കടാ, റിയാക്ഷൻ നോക്കി. നിങ്ങൾ 100 ml 0.1 molar HCl എടുത്ത് നിങ്ങൾ 200 ml 0.1 molar CH3COONA എടുത്ത് എടാ HCl-ഉം CH3COONA-യും കൂടെ റിയാക്ട് ചെയ്താൽ CH3COOH-ഉം NaCl-ഉം കിട്ടും അല്ലെ. CH3COONA-യും HCl-ഉം റിയാക്ട് ചെയ്താൽ CH3COOH-ഉം NaCl-ഉം കിട്ടും. അതായത് 1 HCl plus 1 CH3COONA gives 1 CH3COOH plus 1 NaCl. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് റിലേറ്റീവ് മോള് പറയാൻ പറ്റുമെന്നറിയാം. അതായത് 1 മോൾ HCl-ഉം 1 മോൾ CH3COONA-യും റിയാക്ട് ചെയ്താൽ 1 മോൾ CH3COOH-ഉം 1 മോൾ NaCl-ഉം കിട്ടും. ഇവിടെ നോക്കടാ, എത്ര മോൾ HCl ഉള്ളത് പറഞ്ഞില്ല. പകരം HCl-ന്റെ വോളിയം ഓഫ് HCl 100 ml തന്നിട്ടുണ്ട്. മൊളാരിറ്റി നിങ്ങൾക്ക് 0.1 മോളാർ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ മൊളാരിറ്റിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. സോ 100-നെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. 10. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കടാ, ഒരു 1 മോളാർ CH3COONA ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് CH3COONA നമ്പർ ഓഫ് മോൾസ് എന്നിക്കോ ഇല്ല. പകരം വോളിയം മൊളാരിറ്റിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. സോ നമ്പർ ഓഫ് മോൾസ് കാണാൻ മൊളാരിറ്റിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൊളാരിറ്റി 0.1 തന്നിട്ടുണ്ട്, വോളിയം 200 തന്നിട്ടുണ്ട്. സോ 200 × 0.1 20 എന്ന് കിട്ടും. എടാ, ഒരു മോൾ HCl ഒരു മോൾ CH3CONA ആയിട്ടല്ലേ റിയാക്ട് ചെയ്യുക? യെസ്, ഒരു മോൾ HCl ഒരു മോൾ CH3CONA ആയിട്ട് റിയാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 10 മോൾ, ഇവിടെ മില്ലി മോളാണ് വരിക. 10 മില്ലിമോൾ HCl എത്ര മില്ലിമോൾ CH3CONA ആയിട്ട് റിയാക്ട് ചെയ്യുക? എടാ, ഒരു മോൾ HCl ഒരു മോൾ CH3CONA ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ 10 മില്ലിമോൾ HCl 10 മില്ലിമോൾ CH3CONA ആയിട്ട് റിയാക്ട് ചെയ്യുക. സോ 20-ൽ 10 റിയാക്ട് ചെയ്ത് പോയാൽ ബാക്കി 10 മോൾ 10 മില്ലിമോൾ CH3COONA ആണ് ബാക്കി ഉണ്ടാവും. എടാ, ഒരു മോൾ HCl റിയാക്ട് ചെയ്താൽ ഒരു മോൾ CH3COOH കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 മില്ലിമോൾ HCl റിയാക്ട് ചെയ്താൽ
10 മില്ലിമോൾ CH3COOH കിട്ടും. സോ ഈ മിക്സ്ചർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് നിങ്ങൾക്ക് 10 മില്ലിമോൾ CH3CONയും 10 മില്ലിമോൾ CH3COH കിട്ടും. അതായത് നിങ്ങൾക്ക് CH3COH കിട്ടും, CH3CONയും കിട്ടും. CH3COOH എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡ് ആണ്. CH3COON എന്ന് പറഞ്ഞാൽ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആണ്. എ വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് 10 ml 0.1 മോളാർ HCl-ഉം 200 ml 0.1 മോളാർ CH3CONയും കൂടി റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവസാനം ഫൈനലായിട്ട് 10 മില്ലിമോൾ CH3CONയും 10 മില്ലിമോൾ CH3COH കിട്ടും. അതായത് വീക്ക് ആസിഡും അതിന്റെ സാൾട്ടും കിട്ടും. എ വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോലിബിലിറ്റിയും സോലിബിലിറ്റി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ദ മോളാർ സോലിബിലിറ്റി ഓഫ് CD cadmium OH twice is 1.84 into 10⁻⁻5 മോളാർ ഇൻ വാട്ടർ. മോളാർ സോലിബിലിറ്റി കാഡ്മിയം OH ട്വൈസിന്റെ സോലിബിലിറ്റി നിങ്ങൾക്ക് 1.84 into 10⁻⁻5 മോളാർ ആണ് തന്നിട്ടുണ്ട്. The expected solubility of cadmium OH twice in a buffer solution of pH2 ആണ്. pH12 is എന്താ ചോദ്യം? നിങ്ങൾക്ക് കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇൻ വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു ബഫർ സൊല്യൂഷന്റെ pH12 ആയിട്ടുള്ള ബഫർ സൊല്യൂഷനകത്തുള്ള കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ നോക്കടാ, നിങ്ങൾക്കറിയാം കാഡ്മിയം ഹൈഡ്രോക്സൈഡ് CdOH twice. കാഡ്മിയം ഹൈഡ്രോക്സൈഡ് ഗിവ്സ് CD2+ 2OH-. കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി S ആണെങ്കിൽ ഇതും SA-ന് ഇത് 2S വരും. അങ്ങനെയെങ്കിൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP is equal to concentration of cadmium into concentration of OH- സ്ക്വയർ വരും. ദാറ്റ് ഈസ് S into 2S സ്ക്വയർ, ദാറ്റ് ഈസ് 4S³ കിട്ടും. ക്ലിയർലേ S എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി ആണ്. സോലിബിലിറ്റിയുടെ വാല്യൂ 1.84 into 10⁻⁵ മോളാർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ KSP is equal to 4 into 1.84 into 10⁻⁵3 എന്ന് കിട്ടും. ഇതാണ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. കാരണം സോലിബിലിറ്റി പ്രോഡക്റ്റിന്റെ വാല്യൂ സെയിം ആയിരിക്കും, മാറൂല. അതുകൊണ്ടാണ് ഞാൻ സോലിബിലിറ്റി പ്രോഡക്റ്റിലേക്ക് മാറ്റിയത്. ഇതല്ലേ സോലിബിലിറ്റി പ്രോഡക്റ്റ് കാണുന്ന ഇക്വേഷൻ. സോ നമുക്ക് സോലിബിലിറ്റി പ്രോഡക്റ്റ് കിട്ടി. സോലിബിലിറ്റി എന്നിട്ടുണ്ട്, സോലിബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ pH12 ആയിട്ടുള്ള ബഫർ സൊല്യൂഷനകത്തുള്ള കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി ആണ് ചോദിച്ചത്. എടാ pH12 ആണെങ്കിൽ POH എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം pH + POH 14 ആണ്. അങ്ങനെയാണെങ്കിൽ POH is equal to 14 - pH ആണ്. 14 - 12 ആണ്, 2 കിട്ടും. pH 2 ആണെങ്കിൽ pH 12 ആണെങ്കിൽ POH 2 കിട്ടും. കാരണം pH + POH is equal to 14. എടാ എന്താണ് POH എന്ന് പറഞ്ഞാൽ -log കോൺസെൻട്രേഷൻ ഓഫ് OH- അല്ലേ POH 2. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH- 10⁻² എന്ന് കിട്ടും. ക്ലിയർലേ? അങ്ങനെയാണെങ്കിൽ pH12 ആയിട്ടുള്ള സൊല്യൂഷനിൽ അഡീഷണലി നിങ്ങൾക്ക് OH- 10⁻² കിട്ടും. ഇത് നോക്കിയോ നിങ്ങൾ. കാഡ്മിയം ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്താൽ കാഡ്മിയം ഡിസോസിയേറ്റ് ചെയ്താൽ കാഡ്മിയം 2+ഉം 2OH- കിട്ടും. ഇതിന്റെ സോലിബിലിറ്റി ഈ ബഫർ സൊല്യൂഷനകത്തുള്ള pH12 ആയിട്ടുള്ള ബഫർ സൊല്യൂഷനകത്തുള്ള കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി S- ആണെങ്കിൽ ഇത് അഗെയിൻ S- വരും. ഇത് 2S- മാത്രമല്ല, OH- 2S- മാത്രമല്ല, ഇവിടെ അഡീഷണലി 10⁻² ഉണ്ട്. സോ 2S- + 10⁻² വരും. ക്ലിയർലേ? സോ ഞാൻ ഒന്നുകൂടെ പറയാം, സംശയമുള്ള ആളുകൾ ഒന്നുകൂടി നോക്കിക്കോ. കാഡ്മിയം ഹൈഡ്രോക്സൈഡ് ഡിസോസ് ചെയ്താൽ കാഡ്മിയം 2+ഉം 2OH- കിട്ടും. കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ pH12 കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി S- ആണെങ്കിൽ കാഡ്മിയം 2+ അഗെയിൻ S-. ബട്ട് ഇവിടെ 2OH- ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്കും 2S- മാത്രമാണെന്നല്ല, OH- അഡീഷണലി 10⁻² എമൗണ്ട് ഉണ്ട്. സോ 2S- + 10⁻² കിട്ടും. അങ്ങനെയാണെങ്കിൽ KSPന്റെ വാല്യൂ എത്ര കിട്ടും? KSP is equal to concentration of cadmium 2+ S-.
ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് സ്ക്വയർ. ഇവിടെ നോക്കണം, കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് 2S ഡാഷ് പ്ലസ് 10⁻²2 കിട്ടും. നിങ്ങൾ നോക്കടാ, ഇവിടെ ഒക്കെ സോലുബിലിറ്റിന്റെ വാല്യൂ 10⁻⁻9, 10⁻⁻10, 10⁻⁻11, 10⁻⁻10 ഉള്ളത്, വിച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ 10⁻²2 ആണ്. സോ 2S ഡാഷ് പ്ലസ് 10⁻², നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10⁻² എന്ന് പറയാം, ഓൾ റേസ് ടു 2 എന്ന് വരും. ദാറ്റ് ഈസ് S ഡാഷ് ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ക്ലിയർലേ വിച്ച് ഈസ് ഈക്വൽ ടു സോളിബിലിറ്റി പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്ര കിട്ടിയേ? സോളിബിലിറ്റി പ്രൊഡക്റ്റ് KSPന്റെ വാല്യൂ എത്രയുള്ളത്? 4 × 1.84 × 10⁻⁻5 ക്യൂബ് കിട്ടും. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. S ഡാഷ് ഈസ് ഈക്വൽ ടു 4 × 1.84 ക്യൂബ് ഇൻറ്റു 10⁻⁻15 ഡിവൈഡ് ബൈ 10⁻⁻4. 10⁻⁻4 10⁻⁻15 പോയാൽ 10⁻⁻11 കിട്ടും അല്ലേ? ഇവിടെ 1.84 അപ്രോക്സിമേറ്റ്ലി 2 എടുത്ത് 2ന്റെ ക്യൂബ് 8, 4 32, 32 ഇൻറ്റു 10⁻⁻11 കിട്ടും. അതിനെ 3.2 ഇൻറ്റു 10⁻⁻10 ആക്കി എടുക്കാം. സോ 10⁻10 ഇവിടെ 2.49 വരാൻ കാരണം ഞാൻ 1.84 റൗണ്ട് ചെയ്തിട്ട് 2 എന്ന് കൊടുത്തത് കൊണ്ടാണ് 3.2 വന്നത്. പക്ഷേ ആക്ച്വലി 2 അല്ല വരിക, 1.84 ആണ്. സോ വാല്യൂ 3.2നേക്കാൾ കുറവാണ് വരിക, പക്ഷേ റേഞ്ച് 10⁻10 ആണ് വരിക. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുമില്ല, സോലുബിലിറ്റി പ്രൊഡക്റ്റ് കാണുക, സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് pH 12 ബഫർ സൊല്യൂഷനകത്തുള്ള കാഡ്മിയം ഹൈഡ്രോക്സൈഡിന്റെ സോലുബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ആയിട്ട് വീഡിയോ കണ്ട് പഠിക്കാം. അടുത്ത നോക്കിയോ, ലിക്വിഡ് എ ആൻഡ് ബി ഫോം എൻ ഐഡിയൽ സൊല്യൂഷൻ. ലിക്വിഡ് എയും ലിക്വിഡ് ബിയും ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ട്. ലിക്വിഡ് എയും ലിക്വിഡ് ബിയും ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ട് ഇൻ ദി എൻറ്റയർ കോമ്പോസിഷൻ റേഞ്ച്. At 350 Kelvin, the vapor pressure of pure A and pure B are 7 × 10⁻³ Pascal and 12 × 10⁻³ Pascal respectively. The composition of the vapor in equilibrium with a solution containing 40 mole% of A at this temperature. എന്താ ചോദ്യം? എയും ബിയും ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ട്. പ്യുവർ എയുടെയും പ്യുവർ ബിയുടെയും വേപ്പർ പ്രഷർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്യുവർ എയുടെ വേപ്പർ പ്രഷർ 7 × 10⁻³ പാസ്കൽ ആണ്. പ്യുവർ ബിയുടെ വേപ്പർ പ്രഷർ 12 × 10⁻³ പാസ്കൽ ആണ്. സൊല്യൂഷനകത്തുള്ള എയുടെ കോമ്പോസിഷൻ, എയുടെ മോൾ പെർസെൻറ്റേജ് നിങ്ങൾക്ക് 40 തന്നിട്ടുണ്ട്. സൊല്യൂഷനകത്തുള്ള എയുടെ മോൾ പെർസെൻറ്റേജ് 40 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേപ്പർ ഫേസിനകത്തുള്ള എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഒന്നുകൂടി ചോദ്യം പറയാം. എയും ബിയും കൂടി ചേർന്ന് ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നുണ്ട്. എയുടെയും ബിയുടെയും പ്യുവർ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. സൊല്യൂഷനകത്തുള്ള എയുടെ നമ്പർ ഓഫ് മോൾസിന്റെ കോമ്പോസിഷൻ, നമ്പർ ഓഫ് മോൾസിന്റെ മോൾ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേപ്പർ ഫേസിനകത്തുള്ള എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ, നിങ്ങൾ 2 ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾ റോൾസ് ലോ പഠിച്ചല്ലേ? എന്താ റോൾസ് ലോ പറയുന്നത്? എ എന്നത് ഒരു വളട്ടൈൽ കോമ്പണന്റ് ആണെങ്കിൽ PA = P0A × Chi ആണ്. ഈ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പഠിക്കുന്ന സമയത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് എ PA = P total × മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ് YA എന്ന് വരും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ P0A × Chi = P total × YA എന്ന് വരും. YA എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ് YA = P0A × Chi ഡിവൈഡ് ബൈ P total. എന്താ P totalന്റെ ഇക്വേഷൻ? റോൾസ് ലോ പ്രകാരം എയും ബിയും വളട്ടൈൽ കോമ്പണന്റ് ആണെങ്കിൽ ടോട്ടൽ പ്രഷർ P total = P0A × Chi + P0B × Chi B. അങ്ങനെയാണെങ്കിൽ YA എന്ത് വരും? P0A × Chi ഡിവൈഡ് ബൈ P0A × Chi + P0B × Chi B എന്ന് വരും. എടാ, P0 എന്താ? P0 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 7 × 10⁻³ ആണ്. ഇനി എന്താ Chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്. പക്ഷേ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് എ തന്നിട്ടില്ല, പകരം മോൾ പെർസെൻറ്റേജ് ഓഫ് എ തന്നിട്ടുണ്ട്. എടാ, എന്താടാ മോൾ പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് × 100. ഇതല്ലേ മോൾ പെർസെൻറ്റേജ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് × 100. ഇതാണ് മോൾ പെർസെൻറ്റേജ്. നിങ്ങൾക്ക് 40 എന്ന് തന്നത്. എന്ത് തന്നത്?
40 എന്ന് തന്നത്. അങ്ങനെയാണെങ്കിൽ NA എന്ത് വരും 40 ഇൻറ്റു NA ഡിവൈഡ് ബൈ NT എന്ത് വരും 40 ഡിവൈഡ് ബൈ 100 0.4 കിട്ടും. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് A 0.4 കിട്ടും. എടാ മോൾ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 100 മോൾ പെർസെൻറ്റേജ് 40 തന്നിട്ടുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 0.4 കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് മോൾ ഫ്രാക്ഷൻ. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ നിങ്ങൾക്ക് 0.4 കിട്ടും. ഡിവൈഡഡ് ബൈ P naught again 7 into 10 raised to 3 into mole fraction of A again 0.4 plus P naught B എത്രയാ? P naught B നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 12 into 10 raised to 3 ആണ് into mole fraction of B എത്രയാ? Mole fraction of B in solution നിങ്ങൾക്ക് തന്നിട്ടില്ല. പകരം mole fraction of A നിങ്ങൾക്ക് കിട്ടി 0.4. നിങ്ങൾ പഠിച്ചല്ലേ mole fraction of solute plus mole fraction of solvent is equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ mole fraction of solute is equal to 1 minus mole fraction of solvent ആണ്. 1 minus 0.4 0.6 കിട്ടും. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 0.28 എന്ന് കിട്ടും. അതായത് mole fraction of A in vapor phase 0.28 കിട്ടും. എടാ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ് 0.28 ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ വേപ്പർ ഫേസ് എന്താ വരിക? 1 minus 0.28 ദാറ്റ് ഈസ് 0.72. ദെൻ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഈ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ പി is equal to P naught A into Ia ആണ്. Then partial vapor pressure of PA is equal to P total into mole fraction of A in vapor phase. രണ്ടും ഇക്വേറ്റ് ചെയ്താൽ P naught A into Ia is equal to P total into YA. അങ്ങനെ mole fraction of A in vapor phase YA is equal to P naught A into Ia divided by P total. But P total is equal to P naught A into Ia plus P naught B into IB ആണ്. അങ്ങനെ mole fraction of A in vapor phase YA is equal to P naught A into Ia divided by P naught A into Ia plus P naught B into IB. P naught A എന്ന് പറഞ്ഞാൽ vapor pressure of pure A തന്നിട്ടുണ്ട്. P naught B എന്ന് പറഞ്ഞാൽ vapor pressure of pure B തന്നിട്ടുണ്ട്. Ia എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ സൊല്യൂഷൻ. IB എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് B ഇൻ സൊല്യൂഷൻ. പക്ഷെ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് A തന്നിട്ടില്ല. പകരം മോൾ പെർസെൻറ്റേജ് ഓഫ് A തന്നിട്ടുണ്ട്. മോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 100 ആണ്. അത് 40 ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 0.4 കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനാണ് എന്ത്? മോൾ ഫ്രാക്ഷൻ. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് A നിങ്ങൾക്ക് 0.4 കിട്ടിയാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് B 0.6. രണ്ടും കൂട്ടിയാൽ 1 കിട്ടണം. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് നോക്കുക. The mass of non-volatile and non-electrolyte solute needed to be dissolved in 114 gram octane to reduce its vapor pressure to 75%. അതായത് 114 ഗ്രാം ഒക്ടേനിന്റെ വേപ്പർ പ്രഷർ 75% റെഡ്യൂസ് ചെയ്യാൻ 50 ഗ്രാം മോളാർ മാസ് ഉള്ള സബ്സ്റ്റൻസ് എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. എത്ര മാസ്? 50 ഗ്രാം. നോക്കിക്കോളെ, 50 ഗ്രാം മോളാർ മാസ് ഉള്ള സബ്സ്റ്റൻസിന് എത്ര എത്ര മാസ് ആഡ് ചെയ്താലാണ് 114 ഗ്രാം ഒക്ടേന്റെ വേപ്പർ പ്രഷർ 75% ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. നിങ്ങൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചിട്ടില്ലേ? എന്താ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ? P naught A minus PA divided by P naught A is equal to Chi B. Relative lowering of vapor pressure of a solution containing non-volatile solute is the mole fraction of solute എന്ന് പഠിച്ചിട്ടില്ലേ? സോ P naught A ഞാൻ ഇനീഷ്യലി 100 ആണെന്ന് വിചാരിച്ചോ. ഇനീഷ്യലി വേപ്പർ പ്രഷർ 100 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ 75% കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി 25 ഡിവൈഡഡ് ബൈ P naught A 100 വിച്ച് ഈസ് ഈക്വൽ ടു Chi B എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് B പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് A. 100 ഡിവൈഡ് ബൈ 25 75 കിട്ടും. 75 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് ബി ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി ഡിവൈഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എഗെയിൻ ഗിവൺ മാസ് ഓഫ് ബി ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് എ ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് എ. That is 75 divided by 100 is equal to WB ആണ് മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. MB മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് 50 ആണ്. ഡിവൈഡഡ് ബൈ WB by MB അഗെയിൻ WB by 50 വരും പ്ലസ് WA by MA. WA എന്ന് പറഞ്ഞാൽ മാസ് ഓഫ്
സോൾവെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 114 ഡിവൈഡഡ് ബൈ MA എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്. ആരാ സോൾവെന്റ്? ഒക്ടെയിൻ ആണ്. ആരാ ഒക്ടെയിൻ? C8 8 18. സോ ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചോ. ഏതൊരു മോളിക്യൂളിന്റെയും ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ ആ മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. സോ C8H8ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ ഇതിനകത്തുള്ള കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസും ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസും കൂട്ടിയാൽ മതി. കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ആണ്. 12 × 8 പ്ലസ് 18 × 1. സോ നിങ്ങൾക്ക് 114 കിട്ടും. സോ മോളിക്കുലർ മാസ് 114 കിട്ടും. സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മാസ് ഓഫ് സൊല്യൂട്ട് WB 150 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ക്ലിയർ? റെഡി? അത് ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. How many electrons are involved in the following redox reaction? നിങ്ങൾക്ക് ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. Cr2O7 2- plus Fe2 plus C2O4 2- gives Cr3 plus Fe3 plus CO2. അൺബാലൻസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഈ റിഡോക്സ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണാണ് ചോദിച്ചത്. സോ നമുക്കിത് ബാലൻസ് ചെയ്യാം. നോക്കിക്കോളെ, ഇവിടെ Cr2O7 2- Cr3 plus ആകുന്നുണ്ട്. നോക്കിക്കോ, Cr2O7 2- എന്തായിട്ട് മാറുന്നുണ്ട്? Cr3 plus ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതിനെ ബാലൻസ് ചെയ്തോ. ഇവിടെ 2 Cr ഉണ്ട്. സോ ഇവിടെ 2 Cr കൊടുക്കുക. ഓക്സിജനും ഹൈഡ്രജനും ബാക്കി എല്ലാവരും ബാലൻസ് ചെയ്തു. നിങ്ങൾ ഓക്സിജനെ ബാലൻസ് ചെയ്യും. ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഇല്ല. സോ ഇവിടെ 7H2 കൊടുക്കുക. എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവ് അവിടെ അത്രയും തന്നെ വാട്ടർ മോളിക്യൂൾ ഏഡ് ചെയ്യുക. ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യും. ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. സോ ഞാൻ ഇവിടെ 14H+ കൊടുത്ത്. ഇനി ചാർജ് ബാലൻസ് ചെയ്തോ. നോക്കിക്കോ, ഇവിടെ ടോട്ടൽ എത്ര ചാർജ് ഉണ്ട്? 2 മൈനസും 14 പ്ലസും 12 പ്ലസ്. റൈറ്റ് സൈഡിൽ 2 Cr3 പ്ലസ് 1 Cr3 പ്ലസിന്റെ ചാർജ് +3, 2 Cr3 പ്ലസിന്റെ ചാർജ് +6. സോ ലെഫ്റ്റ് സൈഡിൽ +12 ഉണ്ട്, റൈറ്റ് സൈഡിൽ +6 ഉണ്ട്. സോ രണ്ടും ബാലൻസ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിൽ 6 ഇലക്ട്രോൺ കൊടുക്കണം. കാരണം 12 പോസിറ്റീവും 6 നെഗറ്റീവും 6 പോസിറ്റീവും, റൈറ്റ് സൈഡിലും 6 പോസിറ്റീവ്. സോ ബാലൻസ്ഡ്. സോ Cr2O7 2- plus 14H+ 6 ഇലക്ട്രോൺ gives 2 Cr3 plus 7H2O കിട്ടും. ഇതാണ് ബാലൻസിങ്. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാം. ഇനി ആരാളെ ഇനി നോക്കടാ, ഇവിടെ Fe2+ എന്തായിട്ട് മാറുന്നുണ്ട്? Fe3+ ആകുന്നുണ്ട്. Fe2+ gives Fe3+. ഇവിടെ നിങ്ങൾക്ക് ആരെയും ബാലൻസ് ചെയ്യണില്ല. Fe സെയിം നമ്പറാ, ഓക്സിജൻ ഇല്ല, ഹൈഡ്രജൻ ഇല്ല. സോ ചാർജ് ബാലൻസ് ചെയ്യണം. ഇവിടെ 2+ ഉണ്ട്, ഇവിടെ 3+ ഉണ്ട്. സോ 3+ 2+ ആക്കണമെങ്കിൽ ഇവിടെ 1 ഇലക്ട്രോൺ കൊടുക്കണം. സോ രണ്ടും 2+ ആയിട്ട് മാറി, ബാലൻസ് ചെയ്ത്. ഇനി അടുത്ത നോക്കിക്കോ, ഇവിടെ C2O4 2- എന്തായിട്ട് മാറുന്നുണ്ട്? CO2 ആയിട്ട് മാറുന്നുണ്ട്. സോ നോക്കിക്കോളൂ നിങ്ങൾ, C2O4 2- എന്താകുന്നുണ്ട്? CO2 ആയിട്ട് മാറുന്നുണ്ട്. ബാലൻസ് ചെയ്തോ. ഇവിടെ 2 കാർബൺ. സോ ഇവിടെ 2 കൊടുക്കുക. കാർബൺ ബാലൻസ്ഡ് ആയി. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ, ബാലൻസ്ഡ് ആണ്. സോ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചാർജ് ബാലൻസ് ചെയ്യണം. ഇവിടെ C2O4 2- 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ചാർജ് ഇല്ല. സോ 2 ഇലക്ട്രോൺ കൊടുത്താൽ റൈറ്റ് സൈഡിൽ 2 നെഗറ്റീവ്, ബാലൻസ്ഡ് ആയി. സോ കെമിക്കൽ ഇക്വേഷനിൽ ബാലൻസ്ഡ് ആക്കി. എല്ലാ 3നെയും നമ്മൾ ബാലൻസ്ഡ് ആക്കി. ഇനി 3 ഇക്വേഷനും കൂട്ടിക്കോ നിങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ Cr2O7 2- plus 14H+ 6 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? Fe2+ ഉണ്ട്. മൂന്നാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? Cr2O7 2- ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ ആരൊക്കെയുള്ളത്? റൈറ്റ് സൈഡിൽ ഇവിടെ 2 Cr3+ഉം 7H2 ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ആരാളെ? ഇവിടെ റൈറ്റ് സൈഡിൽ Fe3+ഉം 1 ഇലക്ട്രോൺ ഉണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ആരാളെ? 2 CO2ഉം 2 ഇലക്ട്രോൺ ഉണ്ട്. സോ റൈറ്റ് സൈഡിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ പ്ലസ് 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ റൈറ്റ് സൈഡിൽ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. സോ 3 ഇലക്ട്രോൺ പോയി, ഇവിടെ ബാക്കി 3 ഇലക്ട്രോൺ, 6 ഇലക്ട്രോണിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയാൽ ബാക്കി 3 ഇലക്ട്രോൺ ഉണ്ടാവും. സോ ഓപ്ഷൻ 3 is the right answer. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ള ചോദ്യമാണ്. എത്ര ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് എന്നുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഉപയോഗിച്ച് റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്ന പഠിക്കണം. Cr2O7 2- Cr3+ ആകുന്നത് ബാലൻസ് ചെയ്ത്, Fe2+ Fe3+ ആകുന്നത് ബാലൻസ് ചെയ്ത്, C2O4 2- CO2 ആകുന്നത് ബാലൻസ് ചെയ്ത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ഉള്ള ആൾക്കാരെ വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് 3 ഇലക്ട്രോൺസ് കിട്ടും. സോ ഓപ്ഷൻ A is the right answer. ഓപ്ഷൻ A is the right answer. അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് ഫംഗ്ഷൻ ആസ്
ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. ആരാ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തതെന്നാണ് ചോദ്യം. ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തതെന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ I മൈനസ് കാണുന്നില്ലേ? Iന്റെ ചാർജ് എത്രയാടാ? Iന്റെ ചാർജ് ഇവിടെ -1 അല്ലേ? അയഡിന്റെ ചാർജ് -1. ആരാടാ അയഡിന്? ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ 17th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ് അല്ലേ? ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ഇവരൊക്കെ ഹാലജൻസ് ആണ്. ഹാലജൻസിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. സോ സ്റ്റേബിൾ ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ. വാലൻസ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺ ഒക്ടറ്റ് പൂർത്തീകരിച്ചാൽ സ്റ്റേബിൾ ആവൂലേ? സോ ഒക്ടറ്റ് പൂർത്തീകരിക്കാൻ ഇനി എത്ര ഇലക്ട്രോൺ വേണം? 7ന്റെ കൂടി 1 ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ പോരെ? സോ 1 ഇലക്ട്രോൺ വാങ്ങിയാൽ മതി. 1 ഇലക്ട്രോൺ വാങ്ങിയാൽ ചാർജ് -1. സോ ഇതാണ് മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഫ്ലൂറിനായിക്കോട്ടെ ക്ലോറിനായിക്കോട്ടെ ബ്രോമിനായിക്കോട്ടെ അയഡിനായിക്കോട്ടെ 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -1. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറക്കാൻ പറ്റൂല. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. സോ ഇനി ഓക്സിഡേഷൻ നമ്പർ കുറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇനി റിഡക്ഷൻ സംഭവിക്കൂല. റിഡക്ഷൻ സംഭവിച്ചില്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആക്ട് ചെയ്യാൻ പറ്റൂല. സോ ഓക്സിഡൈസിങ് ഏജന്റ് ആക്ട് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? I മൈനസിൽ അയഡിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അയഡിൻ 17th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ മിനിമം ഓക്സിഡേഷൻ നമ്പർ ആണ് -1. സോ ഇനി ഓക്സിഡേഷൻ നമ്പർ കുറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇനി റിഡക്ഷൻ സംഭവിക്കൂല. റിഡക്ഷൻ സംഭവിച്ചില്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആക്ട് ചെയ്യൂല. സോ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസ് അറിയാമെങ്കിൽ ആൻസർ കിട്ടും. നോക്കിക്കോ. when an electric current is passed through a acidified water 112 ml of hydrogen gas at NTP was collected at the cathode in 965 seconds. The current passed in ampere. സോ എത്ര കറണ്ട് പാസ് ചെയ്ത്? അതായത് ഒരു അസിഡിഫൈഡ് വാട്ടറിന് നിങ്ങൾ 965 സെക്കൻഡ് സമയത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത് ഒരു അസിഡിക് വാട്ടറിലേക്ക് 965 സെക്കൻഡ് ടൈമിൽ നിങ്ങൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത് 112 ml ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ആംപിയർ കറണ്ട് ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ചോദ്യം കൂടെ പറയാം. 965 സെക്കൻഡ് സമയം നിങ്ങൾ ഒരു അസിഡിഫൈഡ് വാട്ടറിന് ഇലക്ട്രോളിസിസ് ചെയ്ത സമയത്ത് 112 ml ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എത്ര ആംപിയർ കറണ്ട് ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. എടാ എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ്. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് M is equal to ZIT, where Z is the electrochemical equivalent. M is equal to Z ന്റെ വാല്യൂ, Z ന്റെ ഇക്വേഷൻ എന്താ? ഇക്വാലന്റ് വെയിറ്റ് ഡിവൈഡ് ബൈ 96500 ആണ് ഇൻറ്റു IT. അങ്ങനെയാണെങ്കിൽ കറണ്ട് I is equal to M ഇൻറ്റു 96500 ഡിവൈഡഡ് ബൈ M ഇൻറ്റു 96500 ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഇൻറ്റു T എന്ന് കിട്ടും. പക്ഷേ മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയോ? ഇല്ല. പകരം വോളിയം ഓഫ് ഹൈഡ്രജൻ 112 ml തന്നിട്ടുണ്ട്. നിങ്ങൾക്കായിക്കോട്ടെ STP ആയിക്കോട്ടെ NTP ആയിക്കോട്ടെ 1 മോൾ ഗ്യാസിന്റെ വോളിയം 22.4 ലിറ്റർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മോളാർ വോളിയം. അതായത് 1 മോൾ ഗ്യാസിന്റെ വോളിയം 22.400 ml ആണ്. തിരിച്ചു പറ. 22.400 ml-നകത്ത് 1 മോൾ ഗ്യാസ് ഉണ്ടാവും, അല്ലെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ ഉണ്ടാവും. 1 മോൾ ഹൈഡ്രജന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ടുള്ള 2 ഗ്രാം ആണ്. അതായത് 22400 ml-നകത്ത് 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 ml-നകത്ത് 2 ഡിവൈഡ് ബൈ 22400 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 112 ml-നകത്ത് 112 ml-നകത്ത് 112 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 22.400 ഉണ്ടാവും. 22.400. 112ഉം 224 പോയാൽ 2 വെട്ടി അടിയിൽ 100 ഉണ്ട്. 100 മേലെ വന്നാൽ 10⁻²2 ഗ്രാം. സോ മാസ് ഓഫ് ഹൈഡ്രജൻ 10⁻²2 കിട്ടി. ക്ലിയർ അല്ലേ? സോ മാസ് ഓഫ് ഹൈഡ്രജൻ 10⁻² കിട്ടി ഇൻറ്റു 96500 ഡിവൈഡഡ് ബൈ ഇക്വാലിറ്റി വെയിറ്റ് എത്രയാ? ഹൈഡ്രജൻ്റെ ഇക്വാലിറ്റി വെയിറ്റ് 1 ആണ്. ടൈം എത്രയാ? ടൈം 965 ആണ്. 965 പോയി ഇവിടെ ഒരു 100 ഉണ്ട്. 100 ഇൻറ്റു 10⁻² മീൻസ് 1 ആണ്. സോ 1 is the right answer. ഓപ്ഷൻ D is the right answer. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസ് അറിയാമെങ്കിൽ
നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റും അറിയാമെങ്കിൽ, മോളാർ വോളിയം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എം ഈസ് ഈക്വൽ ടു സെറ്റ് ഐ ടി അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു ഇക്വാലിറ്റി വെയിറ്റ് ഡിവൈഡ് ബൈ 96500 ഇൻറ്റു ഐ ടി എന്ന ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കറന്റ് ഐ കാണുന്ന ഇക്വേഷൻ പറയാം. ഐ is equal to മാസ് ഇൻറ്റു 96500 ഡിവൈഡ് ബൈ ഇക്വാലിറ്റി വെയിറ്റ് ഇൻറ്റു ടി. ഇവിടെ മാസ് തന്നിട്ടില്ല, പകരം വോളിയം തന്നിട്ടുണ്ട്. ഒരു മോൾ ഗ്യാസിന്റെ വോളിയം മറ്റേ STP 22.4 ലിറ്റർ ആണ്. അത് കമ്പയർ ചെയ്താൽ 112 ml-നകത്ത് 10⁻⁻² ഗ്രാം -2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയാം. സോ മാസ് 10⁻²2 ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. E0 Cl2 ബാർ Cl മൈനസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. E0 Cr3 പ്ലസ് ബാർ Crന്റെ വാല്യൂ തന്നിട്ടുണ്ട്. E0 Cr2O7 2 മൈനസ് ബാർ Cr3 പ്ലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. E0 MnO4 മൈനസ് ബാർ Mn2 പ്ലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? Cl2 2 ഇലക്ട്രോൺ വാങ്ങിയാലാണ് 2Cl മൈനസ് ആയിട്ട് മാറുക. Cr3 പ്ലസ് 3 ഇലക്ട്രോൺ വാങ്ങിയാലാണ് Cr ആയിട്ട് മാറുക. സോ ഒക്കെ റിഡക്ഷൻ ആണുള്ളത്. സോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 4 സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദ്യം? എമംഗ് ദ ഫോളോയിങ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഈസ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലും അതിനെ കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഹൈ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ആയിരിക്കും, ഈസിലി അണ്ടർഗോ റിഡക്ഷൻ ആയിരിക്കും, ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും, ലെസ് റിയാക്റ്റീവ് ആയിരിക്കും, കാഥോഡ് ആയിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോൺ ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഹൈ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ ആയിരിക്കും, ഈസിലി അണ്ടർഗോ ഓക്സിഡേഷൻ ആയിരിക്കും, ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. സോ ഗുഡ് റെഡ്യൂസിങ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ മോർ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ നെഗറ്റീവ് വരാ, ഇവിടെ നെഗറ്റീവ് E0 Cr3 പ്ലസ് ബാർ Cr ആണ്. സോ E0 Cr3 പ്ലസ് ബാർ Crന്റെ വാല്യൂ മോർ നെഗറ്റീവ് ആണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മോർ നെഗറ്റീവ് ആണെങ്കിൽ ഈസിലി അണ്ടർഗോ ഓക്സിഡേഷൻ ആണ്, ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. സോ അതാണ് ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. അതിൽ ആരാ റെഡ്യൂസിങ് ഏജന്റ് നോക്കടാ? Cr3 പ്ലസ് ബാർ Cr ആണ്. Cr3 പ്ലസ് 3 ഇലക്ട്രോണെ വാങ്ങിയാൽ Cr ആയിട്ട് മാറും. ഇലക്ട്രോണിനെ വാങ്ങുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടക്കുന്ന ആൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സോ Cr3 പ്ലസ് ഓക്സിഡൈസിങ് ഏജന്റാ. ഇനി തിരിച്ചു പറ, Cr എന്നുള്ള ചങ്ങായി 3 ഇലക്ട്രോണെ വിട്ടുകൊടുത്താലാണ് Cr3 പ്ലസ് ആയിട്ട് മാറുക. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. സോ Cr എന്നുള്ള ചങ്ങായി 3 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് Cr3 പ്ലസ് ആയിട്ട് മാറുന്നതാണ് ഓക്സിഡേഷൻ. സോ Cr-ന് ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. സോ Cr ആണ് റെഡ്യൂസിങ് ഏജന്റ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ, given that equilibrium constant Kc for the reaction, നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. Cu plus 2Ag plus gives Cu2 plus 2Ag. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcന്റെ വാല്യൂ 10 × 10⁻15 ആണ്. കാൽക്കുലേറ്റ് E0 സെൽ. അങ്ങനെയാണെങ്കിൽ E0 സെല്ലിന്റെ വാല്യൂ ആണ് നിങ്ങൾ ചോദിച്ചത്. ഗിബ്സ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് EMF ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഭാഗത്ത് നേൺസ് ഇക്വേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഗിബ്സ് എനർജി ചേഞ്ചിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ച ആളുകളാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സ്റ്റാൻഡേർഡ് EMF തമ്മിലുള്ള ബന്ധം എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെങ്കിൽ log K is equal to NE0 cell divided by 0.0591. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചോ. കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? log K is equal to NE0 cell divided by 0.0591. അങ്ങനെയാണെങ്കിൽ E0 സെൽ എന്ത് വരും? E0 സെൽ is equal to 0.0591 into log K. ഇവിടെ K എത്രയാണ്? ഇവിടെ K നോക്ക്, 10 × 10⁻15. 10 × 10⁻15 എന്ന് പറഞ്ഞാൽ 10⁻16 ആണ്. സോ 10⁻16 ഡിവൈഡഡ് ബൈ n. എന്താണ് n എന്ന് പറഞ്ഞാൽ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. കോപ്പർ എങ്ങനെയാണ്? കോപ്പർ 2+ ആയിട്ട് മാറുക. 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ log 10⁻16 16 log 10 എന്ന് പറയാം. log 10 ആണ് 1 ആണ്. സോ 16 വരും. 16 ഡിവൈഡ് ബൈ 2 8 വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 0.47 വോൾട്ട് കിട്ടും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണുന്ന ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. log K is equal to NE0 cell divided by 0.0591.
അങ്ങനെയാണെങ്കിൽ E0 cell is equal to 0.0591 log K divided by N. N is equal to number of electron transferred ആണ്. കോപ്പർ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ് കോപ്പർ 2+ ആയിട്ട് മാറുക. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് N 2 ആണ്. സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചും നേൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ പഠിച്ചില്ലേ? ഡെൽറ്റ G0 is equal to -NF E0 സെല്ല്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഒക്കെ ചോദിക്കും. സോ മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. The reaction 2x gives B is a zero order reaction. Chemical kinetics എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സീറോ ഓർഡർ റിയാക്ഷൻ എന്ത് റിയാക്ഷനാ? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് 0.2 മോളാർ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എത്രയാ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എത്രയാ? 0.2 മോളാർ ആണ്. ദ ഹാഫ് ലൈഫ് ഈസ് 6 hour. ഹാഫ് ലൈഫ് 6 hour ആണ്. When the initial concentration of X is 0.5 molar, the time required to reach its final concentration of 0.2 molar will be. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് 0.2 മോളാർ ആണ്. ആ സമയത്ത് ഹാഫ് ലൈഫ് 6 hour ആണ്. എടാ സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് വ്യക്തവും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്താ? ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് T half is equal to concentration of a initial concentration divided by 2K. T half is equal to A0 by 2K. A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. സീറോ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് T half is equal to A0 by 2K. അങ്ങനെയാണെങ്കിൽ K is equal to ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ 2 into T half വരും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് നോക്ക് 0.2 ആണ്. സോ 0.2 divided by 2 into T half. T half എത്രയാ? 6 ആണ്. സോ 0.1 divided by 6 എന്ന് കിട്ടും. ഇതാണ് Kയുടെ വാല്യൂ. നോക്കടാ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.2 ആകുമ്പോൾ ഹാഫ് ലൈഫ് 6 hour ആണ്. സീറോ റിയാക്ഷൻ ആണ്. സീറോ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് T half is equal to ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ 2K ആണ്. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സോ ഹാഫ് ലൈഫ് T half-ഉം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0-ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Kയുടെ വാല്യൂ നിങ്ങൾക്ക് 0.1 divided by 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ 0.5 മോളാറിൽ നിന്ന് 0.2 മോളാറിലേക്ക് എത്താൻ എത്ര ടൈം വേണമെന്നാണ് ചോദ്യം. അതിന് നിങ്ങൾ സീറോ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും nth ഓർഡർ റിയാക്ഷന്റെ ഒക്കെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കൃത്യവും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ സീറോ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കിക്കോ. K is equal to ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ടൈം T is equal to ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ K കിട്ടും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാ? 0.5 മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാ? 0.2 ഡിവൈഡഡ് ബൈ K എത്രയാ? K എന്ന് പറഞ്ഞാൽ 0.1 divided by 6 ആണ്. റെസിപ്രോക്കൽ എടുത്താൽ 0.6 divided by 0.1. 0.5 എന്ന് 0.2 കുറച്ചാൽ 0.3 കിട്ടും. 0.3 divided by 0.1 3 ആണ്. 3 into 6 18 ആണ്. സോ 18 is the right answer. ഓപ്ഷൻ C is the right answer. സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷനും സീറോ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അറിയാമെങ്കിൽ ഹാഫ് ലൈഫ് ഉപയോഗിച്ച് K കിട്ടും, K ഉപയോഗിച്ച് T കിട്ടും. ക്ലിയർ അല്ലേ? റെഡി? സോ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. A2 gives 2A. K1 ഉം K2 നിങ്ങൾക്ക് K ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. The expression for deconcentration of A by dt for an elementary chemical reaction A2 gives 2A. The expression for deconcentration of A by dt. So rate in equation പറഞ്ഞോ. rate A R is equal to instantaneous rate in equation അറിയാലോ. A moles A യും B moles B യും റിയാക്ട് ചെയ്ത് C moles C യും D moles D യും കിട്ടുമെങ്കിൽ instantaneous rate R is equal to -1 by A into deconcentration of A by dt is equal to -1 by B into deconcentration of B by dt is equal to 1 by C into deconcentration of C by dt is equal to 1 by D into deconcentration of D by dt എന്ന് പഠിച്ചല്ലേ. So R is equal to -1 into deconcentration of A2 by dt which is equal to 1 by 2 into deconcentration of A by dt. ഇനി ഇതിന്റെ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R is equal to K1 into concentration of A2 minus K inverse into concentration of A square. So ഇത് രണ്ടും കമ്പയർ ചെയ്താൽ 1 by 2 into deconcentration of A by dt. A by dt is equal to K1 into concentration of A2 minus K inverse into concentration of A square. So രണ്ട് ഇപ്പുറത്ത് വന്നാൽ ഇവിടെ 2 വരും.
ഇവിടെയും 2 വരും. സോ ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി ഈക്വൽ ടു 2 ഇൻറ്റു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് 2K ഇൻവേഴ്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഒന്നുമില്ല, ഇൻസ്റ്റന്റേനിയസ് റേറ്റും റേറ്റിന്റെ ഇക്വേഷൻ ചെയ്തോ, രണ്ടും കമ്പയർ ചെയ്താൽ ആൻസർ കിട്ടും. രണ്ടും കമ്പയർ ചെയ്യുക, ആൻസർ പറയുക. രണ്ടും കമ്പയർ ചെയ്യുക, ആൻസർ പറയുക. അടുത്ത നോക്കിക്കോ, two reactions R1 and R2 have identical pre-exponential factor. രണ്ട് റിയാക്ഷന്റെ R1 R2 എന്ന രണ്ട് റിയാക്ഷന്റെ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ വാല്യൂ സെയിം ആണ്. ആക്ടിവേഷൻ എനർജി ഓഫ് R1 exceeds that of R2 by 10 kilojoule per mole. ഒന്നാമത്തെ റിയാക്ഷൻ R1ന്റെ ആക്ടിവേഷൻ എനർജി രണ്ടാമത്തെ റിയാക്ഷൻ R2നേക്കാൾ 10 kilojoule per mole കൂടുതലാണ്. If K1 and K2 are rate constant for reaction R1 and R2 respectively at 300 Kelvin, then ln K2 by K1 is equal to. എന്താണ് രണ്ട് റിയാക്ഷൻ R1 R2 എന്നുള്ള രണ്ട് റിയാക്ഷൻ ഉണ്ട്. R1 R2 എന്ന രണ്ട് റിയാക്ഷൻ ഉണ്ട്. രണ്ട് റിയാക്ഷൻ്റെയും പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ വാല്യൂ സെയിം ആണ്. ആദ്യത്തെ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി രണ്ടാമത്തെ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജിനേക്കാൾ 10 kilojoule per mole കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ln K2 by K1 എത്രയാണെന്ന് ചോദിച്ചത്. ഇവിടെ അറീനിയസ് ഇക്വേഷൻ എന്താ? അറീനിയസ് ഇക്വേഷൻ K is equal to A e raised to minus EA by RT ആണ്. സോ ഒന്നാമത്തെ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 is equal to A e raised to minus EA1 by RT കിട്ടും. രണ്ടാമത്തെ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K2 is equal to A e raised to minus EA2 by RT കിട്ടും. നിങ്ങൾക്ക് ln K2 by K1 അല്ല കണ്ടുപിടിക്കണ്ടേ? സോ അത് നമുക്ക് K2 by K1 കാണാം. സോ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ K2 divided by K1 is equal to രണ്ടാമത്തെ ഇക്വേഷൻ A e raised to minus EA2 by RT divided by ഒന്നാമത്തെ ഇക്വേഷൻ A e raised to minus EA1 divided by RT. എയും രണ്ടിൻ്റെയും പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ വാല്യൂ സെയിമാ. എയും വെട്ടിപ്പോയി. E raised to minus EA by RT മുകളിൽ പോലെ എന്തായിട്ട് മാറും? E raised to EA1 by RT. സോ വരും എന്ത് വരും? K2 by K1 is equal to ഇവിടെ ഓൾറെഡി മുകളിൽ മൈനസ് EA2 by RT ഉണ്ട്. താഴെയുള്ള E raised to minus EA1 by RT മുകളിൽ വന്നാൽ E raised to EA1 by RT എന്ന് കിട്ടും. നോക്കിക്കോ, K2 by K1 is equal to E raised to രണ്ടും കൂട്ടിക്കോ minus EA2 plus EA1, that is EA1 minus EA2 divided by RT കിട്ടും. എടാ നോക്കിക്കോ എല്ലാവരും നോക്കിക്കോ, K2 by K1 is equal to എടാ EA1 minus EA2. ഒന്നാമത്തെ ആളുടെ ആക്ടിവേഷൻ എനർജി രണ്ടാമത്തെ ആളുടെ ആക്ടിവേഷൻ എനർജിനേക്കാൾ 10 kilojoule കൂടുതലല്ലേ? സോ EA1 മൈനസ് EA2 എന്ത് കിട്ടും? 10 kilojoule. 10 kilojoule എന്ന് പറഞ്ഞാൽ 10 into 1000 joule ഡിവൈഡ് ബൈ RT. ആറിൻ്റെ വാല്യൂ എത്രയാ? ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആറിൻ്റെ വാല്യൂ എത്രയാ? 8.314. ഇവിടെ ln കൊടുക്കണം. ഇവിടെ ln കൊടുത്താൽ ln e raised to ആവും. ln നോക്കടാ, ln e raised to x എന്ന് പറഞ്ഞാൽ x ആണ്. സോ ln e raised to ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ആണ്. ഇൻറ്റു ടി എത്ര തന്നത്? 300 ആണ്. സോ ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 4 കിട്ടും. സോ ln K2 by K1 4 കിട്ടും. സോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല. അറീനിയസ് ഇക്വേഷൻ K is equal to A e raised to minus EA by RT എന്നുള്ള ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്താൽ ആൻസർ കിട്ടും. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോ. 1 mole of an ideal gas at 350 Kelvin is in a 2 liter vessel of thermally conducting valves which are in contact with the surrounding. It undergoes isothermal reversible expansion from 2 liter to 3 liter against a constant external pressure of 4 atm. The change in entropy of surrounding. ഏതാ റിയാക്ഷൻ? നോക്കടാ, isothermal reversible expansion. ഏതാ റിയാക്ഷൻ? isothermal reversible expansion. എടാ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് അല്ലേ കാണാൻ ചോദിച്ചത്. നിങ്ങൾ നോക്കിക്കോ ഫോർ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കാണുന്ന ഇക്വേഷൻ എന്താ?
delta S is equal to NCV ln T2 by T1 plus NR ln V2 by V1. Then equation for ideal gas, entropy change delta S is equal to NCV ln T2 by T1 plus NR ln V2 by V1. ഐസോതെർമൽ അല്ലേ? ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ T2ഉം T1ഉം സെയിം ആയിരിക്കും. T2ഉം T1ഉം സെയിം ആണെങ്കിൽ T2 by T1 1 ആയിരിക്കും. ln1 0 ആയിരിക്കും. സോ ഈ ഭാഗം ക്യാൻസൽ ആയി. സോ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു NR ln V2 by V1 വരും. ക്ലിയർ അല്ലേ? ln ലോഗിലേക്ക് മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2.303 NR log V2 by V1 കിട്ടും. V2ന്റെ വാല്യൂ എത്രയാ? V2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 ലിറ്റർ ആണ്. V1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ലിറ്റർ ആണ്. സോ ഇവിടെ 3/2 കൊടുക്കുക. log 3/2 എന്ന് പറഞ്ഞാൽ log 3 മൈനസ് log 2. log 3 0.47 ആണ്. log 2 0.3010 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 0.47 മൈനസ് 0.3010 ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇൻറ്റു 2.303 n നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്ക് 1 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് 1 തന്നിട്ടുണ്ട്. ഇൻറ്റു 6 ന്റെ വാല്യൂ ജൂൾ ആയതുകൊണ്ട് നിങ്ങൾ 8.314 കൊടുത്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ 3 കിട്ടും. റൗണ്ട് ചെയ്താൽ 3 കിട്ടും. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡെൽറ്റ എസ് സിസ്റ്റാണ് 3 കിട്ടുക. നമ്മൾ ചോദിച്ചത് ഡെൽറ്റ എസ് സറൗണ്ടിങ് ആണ്. റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എപ്പോഴും 0 ആയിരിക്കും. പഠിച്ചില്ലേ? ഫോർ റിവേഴ്സിബിൾ പ്രോസസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് 0 ആണ്. സോ എൻട്രോപ്പി ഓഫ് സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് 0 ആയിരിക്കും. എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് മൈനസ് എൻട്രോപ്പി ഓഫ് സിസ്റ്റം വരും. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കാം. എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചാൽ ആൻസർ കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2NOCl ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2NOCl ഗ്യാസ് gives 2NO gas plus Cl2 gas. In an experiment 2 mole, ശ്രദ്ധിക്കണേ, 2 mole of NaOCl was placed in a 1 liter flask. 2 moles of NaOCl was placed in a 1 liter flask and the concentration of NO after equilibrium established was found to be 0.4 mole per liter. The equilibrium constant at 30 degrees Celsius is dash into 10 raised to minus 4 dash ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താ റിയാക്ഷൻ? 2NOCl in equilibrium with 2NO plus Cl2. അങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്താ വരിക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to കോൺസ്റ്റന്റ് ഇപ്പോൾ എഴുതാം, കാരണം ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടതാണ്. സോ നമുക്ക് ഇപ്പോൾ ഇപ്പുറത്തേക്ക് മാറ്റാം. Equilibrium constant K is equal to concentration of NO square into concentration of Cl2 divided by concentration of NOCl square. Clear അല്ലേ? സോ ഇവിടെ 2 മോളാർ റിയാക്ട് ചെയ്താൽ 2 മോളാർ എന്നെയും 1 മോളാർ Cl2 കിട്ടും. സോ ഇനീഷ്യലി NOClന്റെ കോൺസെൻട്രേഷൻ എത്രയാടാ? ഇവിടെ NOClന്റെ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്ക് 2 തന്നിട്ടുണ്ട്. NOClന്റെ വോളിയം 1 ലിറ്റർ തന്നിട്ടുണ്ട്. എടാ നമ്പർ ഓഫ് മോൾസ് 2ഉം വോളിയം 1 ആണെങ്കിൽ മൊളാരിറ്റി എത്രയായിരിക്കും? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു, പഠിച്ചല്ലേ, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. NOClന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്, വോളിയം 1 ആണ്. സോ 2 മോളാർ കിട്ടും. ഇനീഷ്യലി 2 മോളാർ ആണ് ഉണ്ടാവുക. അറ്റ് ഇക്വിലിബ്രിയം NOന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അറ്റ് ഇക്വിലിബ്രിയം NOന്റെ കോൺസെൻട്രേഷൻ 0.4 ആണ്. അറ്റ് ഇക്വിലിബ്രിയം NOന്റെ കോൺസെൻട്രേഷൻ 0.4 ആണ്. ഇവിടെ 2NO ഉണ്ടാകുമ്പോൾ ഒരു Cl2 ഉള്ളത്, 2NO ഉണ്ടാകുമ്പോൾ ഒരു Cl2 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 0.4 NO ഉണ്ടാകുമ്പോൾ 0.4ന്റെ പകുതി 0.2 Cl2 ഉണ്ടാവുക. 2NO ഉണ്ടാകുമ്പോൾ 2ന്റെ പകുതി ഒരു Cl2 ഉള്ളത്. അതിനാൽ 0.4 NO ഉണ്ടാകുമ്പോൾ 0.4ന്റെ പകുതി 0.2 Cl2 ഉണ്ടാവുക. എടാ നോക്കടാ, 2 NO കിട്ടണമെങ്കിൽ 2 NOCl റിയാക്ട് ചെയ്യണം. അല്ലെങ്കിൽ 0.4 NO കിട്ടണമെങ്കിൽ 0.4 NOCl റിയാക്ട് ചെയ്യണം. സോ 0.4 NOCl റിയാക്ട് ചെയ്തു പോയി. 2 ആയിരുന്നു ഉള്ളത്. 2ൽ 0.4 റിയാക്ട് ചെയ്താൽ ബാക്കി 1.6 ഉണ്ടാവും. നോക്കിക്കോളെ 2NO റിയാക്ട് ചെയ്താൽ 2NO ഫോം ചെയ്യുമ്പോൾ 1 Cl2, 2ന്റെ പകുതി 1 Cl2 ഉണ്ടാവും. അപ്പോൾ 0.4 NO ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0.4 NO ഫോം ചെയ്താൽ 0.4ന്റെ പകുതി 0.2 Cl2 ഉണ്ടാവും. 2 NO ഫോം ചെയ്യാൻ 2 NOCl വേണം. അതിൽ 0.4 NO ഫോം ചെയ്യാൻ 0.4 NOCl റിയാക്ട് ചെയ്യണം. ആദ്യം 2 ആണുള്ളത് NOCl, അതിൽ 0.4 റിയാക്ട് ചെയ്താൽ ബാക്കി 1.6 ഉണ്ടാവും. സോ NOന്റെ വാല്യൂ 0.4 സ്ക്വയർ ഇൻറ്റു
Cl2ന്റെ വാല്യൂ 0.2 ഡിവൈഡഡ് ബൈ NOClന്റെ വാല്യൂ 1.6 സ്ക്വയർ. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 125 ഇൻറ്റു 10⁻⁻⁴ കിട്ടും. സോ ഇവിടെ വാല്യൂ വരിക 125. സോ ഡയറക്റ്റ് ചെയ്ത ആൻസർ കിട്ടും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേസിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. മാസ് ഓഫ് യൂറിയ റിക്വയർഡ് ടു ബി ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് വാട്ടർ ടു റെഡ്യൂസ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ബൈ 25 degree Celsius ഈസ്. ഒരു വാട്ടറിന്റെ 1000 ഗ്രാം ശ്രദ്ധിച്ചോളെ, 1000 ഗ്രാം വാട്ടറിന്റെ വേപ്പർ പ്രഷർ 25% റെഡ്യൂസ് ചെയ്യാൻ എത്ര ഗ്രാം യൂറിയ വേണമെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായിക്കോ. 1000 ഗ്രാം വാട്ടറിന്റെ വേപ്പർ പ്രഷർ 25% റെഡ്യൂസ് ചെയ്യാൻ എത്ര ഗ്രാം യൂറിയ വേണമെന്നാണ് ചോദ്യം. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു കൈബി ആണ്. കൈബി എന്ന് പറഞ്ഞാൽ NB ഡിവൈഡ് ബൈ NA പ്ലസ് NB ആണ്. NA പ്ലസ് NB അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു NA ആണ്. സോ NB ഡിവൈഡ് ബൈ NA വരും. NB ഡിവൈഡ് ബൈ NA എന്ന് പറഞ്ഞാൽ WB ഡിവൈഡ് ബൈ MB ഇൻറ്റു MA ഡിവൈഡ് ബൈ WA കിട്ടും. ഈ ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉപയോഗിച്ച് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കാണുന്ന ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കുന്നതാണ്. P0A മൈനസ് PA ഡിവൈഡ് ബൈ P0A ഈസ് ഈക്വൽ ടു WB ബൈ MB ഇൻറ്റു MA ഡിവൈഡ് ബൈ WA. P0A നോക്കടാ, ഇനീഷ്യലി 100 ആണെന്ന് വിചാരിച്ചോ. അതിൽ 25% റിയാക്ട് ചെയ്ത് പോയാൽ ബാക്കി ഉണ്ടാവുക 75 ആണ്. ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് WB നമുക്ക് കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ MB മോളിക്കുലാർ മാസ്. ആരാ? യൂറിയന്റെ മോളിക്കുലാർ മാസ് ഒന്നും ചെയ്തു നോക്കറേ. യൂറിയന്റെ മോളിക്കുലാർ മാസ് 60 ആണ്. ഗ്ലൂക്കോസിന്റെ 180 ആണ്. സൂക്രോസിന്റെ 342 ആണ്. ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ ബൈഹാർട്ട് ആയിരിക്കണം. സോ ഇൻറ്റു ഡിവൈഡ് ബൈ 60 ഇൻറ്റു MA മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18 ആണ്. ഡിവൈഡ് ബൈ WA മാസ് ഓഫ് വാട്ടർ 1000 ഗ്രാം ആണ്. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് WB മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. സോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ WB മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. റെഡി? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് ഇക്വേഷൻ. ബേസിക് മീഡിയത്തിൽ 2Fe2++ H2O2 gives X moles A plus Y moles B, and in acidic medium 2MnO4 minus plus 6H plus gives 2H2O2 gives X dash mole C plus Y dash mole D plus Z dash mole E. The sum of the stoichiometric coefficient X, Y, X dash, Y dash and Z dash for product A, B, C, D, E. നിങ്ങൾ റിയാക്ഷൻസ് പഠിക്കണം. റിയാക്ഷൻസ് പഠിക്കാതെ ആൻസർ കിട്ടൂല. 2Fe2+ ബേസിക് മീഡിയത്തിൽ H2O2 ആയിട്ട് റിയാക്ട് ചെയ്താൽ 2Fe3+ഉം 2OH മൈനസ് ആണ് കിട്ടുക. 2MnO4 മൈനസ് 6H+ഉം 5H2O2 ആയിട്ട് അസിഡിക് മീഡിയത്തിലായിട്ട് റിയാക്ട് ചെയ്താൽ 2Mn3+ഉം 8H2Oയും 5O2 കിട്ടും. സോ ടോട്ടൽ കോഎഫിഷ്യൻസ് കൂട്ടിക്കോ. 8 2 10 12 14 5 19. സോ ആൻസർ വരിക 19 ആണ്. ഡയറക്റ്റ് ഇക്വേഷൻസ് നിങ്ങളുടെ DY ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സിലും നിങ്ങളുടെ ഡോക്സ് റിയാക്ഷനിലും പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ കൂട്ടി ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇത് നിങ്ങൾ കെമിക്കൽ കൈൻഡ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ പഠിച്ച അതേ ഗ്രാഫ് അല്ലെ, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയിൽ പഠിച്ച അതേ ഗ്രാഫാണ് നിങ്ങൾ തന്നത്. അതിന് ക്വസ്റ്റ്യൻ എന്താ? According to following figure, the magnitude of the enthalpy change for the reaction. Enthalpy change delta H ന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഇവിടെ എന്താണ് enthalpy change എന്ന് പറഞ്ഞാൽ? enthalpy of reaction, ഒരു റിയാക്ഷൻ അല്ലേ. സോ enthalpy of reaction എങ്ങനെ കാണുക? enthalpy of reaction is equal to enthalpy of പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി കുറച്ചാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. അതായത് പ്രൊഡക്റ്റിന്റെ എനർജിയിൽ നിന്ന് റിയാക്റ്റന്റിന്റെ എനർജി കുറച്ചാൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ഇതാ പ്രൊഡക്റ്റിന്റെ എനർജി ഇവിടെ തന്നിട്ടുണ്ട്, റിയാക്റ്റന്റിന്റെ എനർജി ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പല്ലേ, അത് Y ആണ്. Yയുടെ വാല്യൂ 45 ആണ്. സോ 45 ഈസ് ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് A+B റിയാക്റ്റന്റ്, എനർജി ഓഫ് റിയാക്റ്റന്റ്. ഇവിടെ M+N എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, എനർജി ഓഫ് പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചത്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്, അല്ലെങ്കിൽ എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്റ്റന്റ്. ദ എനർജി ഓഫ് പ്രൊഡക്റ്റ് ഈ വാല്യൂ, എനർജി ഓഫ് റിയാക്റ്റന്റ് ഈ വാല്യൂ. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് y ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. y-ന്റെ വാല്യൂ 45 ആണ്. സോ 45 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഈ 6 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റിഡോക്സ് റിയാക്ഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, സൊല്യൂഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോ കൃത്യമായിട്ട് കാണുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങൾ റേസിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ലൈവായിട്ടല്ലാതെ വീഡിയോ സെക്ഷനകത്ത് നിങ്ങൾക്ക് JEE മെയിൻ സെക്ഷൻ 1-ലുള്ള മുഴുവൻ പേപ്പറിൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.